ഈശോയിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് സെപ്റ്റംബർ 5 വ്യാഴാഴ്ച. വചന സന്ദേശം 3-ാം മണിക്കൂർ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 11 മുതൽ 14 വരെ വാക്യങ്ങളാണ്. അതിലിങ്ങനെ പറയുന്നു: അബ്രാഹം സാറായും വൃദ്ധരായിരുന്നു. അവർക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താനഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, വൃദ്ധനായ തനിക്കിനി കുഞ്ഞുങ്ങളുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ച തന്നെയാണിത്. കാരണം ഇന്നലെ അബ്രാഹത്തിൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ 3 പേർ വന്ന് നിൽക്കുന്നത് കണ്ട് അബ്രാഹം ഓടിച്ചെന്ന് അവരെ താണു വണങ്ങി അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് ആഹാരം കൊടുത്തതൊക്കെയും കഴിഞ്ഞ ദിവസത്തെ ചിന്തകളിൽ നമുക്ക് വന്നിരുന്നു. അതിൻ്റെ പ്രതിഫലം എന്നോണം ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദാനമാണ് അവർക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്നത്. പ്രിയമുള്ളവരെ, അവിടെ അത് ദൈവത്തിൻ്റെ വചനമായതാൽ ആ വാർദ്ധക്യമായിട്ടും അവർക്ക് മക്കളുണ്ടാകും. ലോകപ്രകാരം അവർക്ക് അതിനുള്ള പ്രായവും കാലവും കഴിഞ്ഞു എങ്കിലും ദൈവത്തിന് അസാധ്യമായി ഒന്നില്ല എന്ന് വിശ്വസിച്ചു. ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്, കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അസാധ്യമായ ഒന്ന് ദൈവത്തിനില്ല. തന്നെയുമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും അസാധ്യമെന്നൊന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉറപ്പായി വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നത് കാണാൻ പറ്റും. യേശു അതിന്റെ 40-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, വിശ്വാസം ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനോ സാധിക്കുകയില്ല. വിശ്വാസരഹിതമായ യുക്തിയുടെ സാഹചര്യത്തിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്ന വലിയ ശക്തി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതൊക്കെയും പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അസാധ്യമായ ഒന്നുമില്ല. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് വിശ്വസിക്കാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും കർത്താവിന്റെ കൃപയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാകട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.